നമസ്കാരം. ഡിബേറ്റ് 360യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന് ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിൽ പ്രതിക്രിയ ആകുമോ എന്ന സിനിമാ ഗാനത്തിലെ വരികൾ ഉത്തരവിൽ പരാമർശിച്ച് പ്രതികൾക്കെതിരെ കോടതി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന സംശയം ഉടലെടുക്കുകയാണ്. അതിനുള്ള സൂചനകൾ പുറത്തു വരുന്നത് അന്വേഷണ റിപ്പോർട്ട് 90 ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെയാണ്. കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയെ വെട്ടിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായ മൊഴിയും പുറത്തു വന്നിരിക്കുന്നു. 2017 മുതൽ കടകംപള്ളിയുമായി തനിക്ക് നല്ല ബന്ധമെന്നും തൻ്റെ വീട്ടിലടക്കം കടകംപള്ളി വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. എന്നാൽ ചടങ്ങിനായാണ് വീട്ടിലെത്തിയത് എന്ന് കടകംപള്ളി സുരേന്ദ്രനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഈ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ അന്വേഷണം നീങ്ങുകയാണോ എന്ന സംശയം ഉടലെടുക്കുന്നു. ഒപ്പം തന്നെ കടകംപള്ളിക്ക് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ മൊഴി പ്രസ്താവം ഇനി ഏത് തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ ബാധിക്കുമെന്ന വിഷയമാണ് പ്രധാനമായും ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി രജിൻ എസ് ഉണ്ണിത്താൻ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് തുടങ്ങിയവർ ഈ വരുന്ന 1 മണിക്കൂറിൽ എനിക്കൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം കോൺഗ്രസ് പ്രതിനിധി രജിൻ എസ് ഉണ്ണിത്താനിലേക്ക് പോവുകയാണ്. രജിൻ, നിലവിലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമാണ്? നന്ദു, നോക്കൂ, ഇന്ന് വളരെ സുപ്രധാനപരമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ നമ്മൾ ആവർത്തിക്കുകയാണ്. ഇതിലെ മുതലാളിമാരിലേക്ക് ഈ പറയുന്ന കേസ് എത്തിപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊന്നുമല്ല, ഇത് വെറും പോറ്റിയിൽ ഒതുക്കി തീർക്കുവാനും ചില ഉദ്യോഗസ്ഥരിൽ ഒതുക്കി തീർക്കാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. SIT പോലെയുള്ള ഈ പറയുന്ന അന്വേഷണ ഏജൻസികളിൽ സർക്കാർ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായത് മനസ്സിലായില്ലേ? കടകംപള്ളിയെപ്പോലെയുള്ള മന്ത്രി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമുണ്ട് എന്ന് നമ്മൾ നിരന്തരമായി ആവർത്തിക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ആരാണ് ഈ പോറ്റി, എവിടെ നിന്ന് വന്നു പോറ്റി എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ന്യായീകരിച്ചുകൊണ്ട് പോകുന്ന നിലയിലായിരുന്നു ഈ CPM നേതാക്കന്മാരും ഈ പറയുന്ന മന്ത്രിയും ഉൾപ്പെടെ. പക്ഷേ പോറ്റിയുടെ മൊഴി വെളിയിലേക്ക് വരുമ്പോൾ പോറ്റിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ആളാണ്. പോറ്റിയെ ആരാണ് ഈ പറയുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ കയറ്റിയത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് പോറ്റിയുടെ മൊഴി മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ ആ പുകമറ മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബി ഹൗസ് സിനിമയ്ക്കകത്ത് അതിൻ്റെ മുതലാളിക്ക് പകരം രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്ന ഒരു ശൈലി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മുതലാളിക്ക് വേണ്ടി ഗോതയിലേക്ക് ആദ്യം ഇറങ്ങിയ രമണൻ പോറ്റിയാണെങ്കിൽ പോറ്റി ആ മുതലാളിയുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ ഇനിയും പറയുന്ന മുതലാളി ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മുതലാളിയുടെ പേര് കൂടി വെളിപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഇത് ആരും അറിയാതെയല്ല ഈ കൊള്ള നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ പറയുന്ന 1998-99 കാലഘട്ടത്തിൽ UB ഗ്രൂപ്പ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. 2018 വരുമ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റും അന്നത്തെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള ശില്പങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊടുത്തുവിടുകയാണ്. കൊടുത്തുവിടുമ്പോൾ അത് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ പറയുന്ന ഈ സ്മാർട്ട് ക്രിയേഷനിൽ പോയത് എന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞതാണ്. വിശ്വാസപരമായി നിൽക്കുന്ന ഒരു കാര്യം, അത്രയും ദിവസങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നടക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ഈ പറയുന്ന സ്വർണം പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ക്ഷേത്രത്തിൻ്റെ, അതായത് ശബരിമല ക്ഷേത്രത്തിൽ തന്നെ ആ പ്രദേശത്ത് തന്നെ നടക്കണം എന്നുള്ള റൂൾസ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ 2018 പോകുമ്പോൾ 40 വർഷത്തെ ഗ്യാരൻറ്റിയുമായി തിരിച്ചു വരുന്ന ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും 2025 വരുമ്പോൾ ഇപ്പോഴത്തെ ഒഴിഞ്ഞുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇരിക്കുമ്പോൾ വീണ്ടും ഇതേ ആളെ തന്നെ
ഈ പറയുന്ന 2018 കൊണ്ടുപോയി ഈ പറയുന്ന ഗ്യാരണ്ടി കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന ആളിനെ തന്നെ ഈ ഗ്യാരണ്ടി പോലും നോക്കാതെ വീണ്ടും അതേ ആളിനെയും അതേ ഗ്രൂപ്പിനെയും ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കപടത്തരം നമ്മൾ തുറന്നു കാണിച്ചതാണ്. അപ്പോഴും അതിനെ ന്യായീകരിക്കുന്നതോ അതിനെതിരെ പ്രതികരിക്കുവാനോ ഒന്നും ഈ പറയുന്ന മന്ത്രിയോ മറ്റാരെയും നമ്മൾ കണ്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇതിൻ്റെ പിന്നിൽ ഈ മന്ത്രിക്കും പരിപാലകർക്കും ഈ പറയുന്ന പാർട്ടിക്കുമൊക്കെ ഇതിന് പങ്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇത് സത്യത്തിൽ ഈ പറയുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട കൊള്ളയാണോ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വിശ്വാസ കൊള്ളയാണ്. ശബരിമലയിലെ ഒരു പുഷ്പം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ചന്ദനം കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പൂ കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് ആരാധന നടത്തേണ്ട വിശ്വാസികളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ് ഈ ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും. അങ്ങനെയുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിലേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ VSCCയുടെ ഈ പറയുന്ന സുപ്രധാനപരമായിട്ടുള്ള അവരുടെ പരിശോധനാ ഫലം വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ, അതായത് UB ഗ്രൂപ്പ് വെച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളാണോ ഇപ്പോൾ അവിടെ ഉള്ളത് എന്നുള്ള സംശയത്തിലേക്ക് വന്നിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളാണോ ഉള്ളത് എന്നുള്ള സംശയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിന് ചെന്ന് എത്തുന്നത് എവിടെയാണ്? ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൊള്ളയായിട്ട് വിശ്വാസ കൊള്ളയിലേക്ക് ചെന്നെത്തുകയാണ്. ശബരിമല പോലെ ക്ഷേത്രത്തിലെ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും ഈ പറയുന്ന സ്വർണ്ണപ്പാളികളുമൊക്കെ ഈ പറയുന്ന രീതിയിൽ കടത്തിക്കൊണ്ടു പോകുന്ന, സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കടത്തുകൾ, അതായത് അവിടുത്തെ ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന രീതിയിലേക്കുള്ള കടത്ത് നടത്തിയോ എന്നുള്ള രീതിയിലേക്ക് ഈ അന്വേഷണം ചെന്ന് എത്തിക്കേണ്ടതാണ്. ഇത് കേവലം സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമായിട്ടല്ല നിർത്തേണ്ടത്. അപ്പോൾ ഈ തൊണ്ടി മുതൽ കിട്ടേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പം SITയുമായി ബന്ധപ്പെട്ട് ഈ തൊണ്ടി മുതലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ അന്ന് നഷ്ടപ്പെട്ടു പോയോ, അതാണോ തിരിച്ചു വന്നത്, അത് തൊണ്ടി മുതലായി കാണുന്ന ആ ഒരു രീതിയിലേക്കൊന്നും ഈ അന്വേഷണം ചെന്നെത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് യാതൊരു ഇതായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സുപ്രധാനപരമായിട്ട് പറയേണ്ടത് കടകംപള്ളിയും പൊറ്റിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഒരിക്കലും കടകംപള്ളി ഇപ്പോൾ പറയുന്നുണ്ട്, ഈ പറയുന്ന ഞാനൊരു വിശേഷ ദിവസങ്ങളിൽ പോയതാണ്, ഞാനും നന്ദുവും ഈ പറയുന്ന നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒരു മന്ത്രിയോ ആ പ്രോട്ടോക്കോളിൽ നിൽക്കുന്ന ഒരാളോ വരണമെങ്കിൽ നമ്മളുമായിട്ട് അത്രയും ബന്ധമുണ്ടെങ്കിലാണല്ലോ നമ്മുടെ അടുത്ത വീടുകളിലേക്ക് വരുന്നതും ഈ പറയുന്ന വീടുകളിലേക്ക് വരുന്നതുമൊക്കെ. ഇത് അദ്ദേഹത്തിന് നിയോജകമണ്ഡലത്തിൽ പോലും പെടാത്ത ഒരു പോറ്റിയുടെ വീട്ടിലേക്ക് നിത്യസന്ദർശകനായി ഒരു മന്ത്രി മാറുക, ആ മന്ത്രിയെ പലയിടങ്ങളിൽ വെച്ച് എയർപോർട്ട് ഉൾപ്പെടെയുള്ള പലയിടങ്ങളിൽ വെച്ച് ഈ മന്ത്രിയെ കാണുക ഒക്കെ പറയുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും അന്തർധാരയും നമുക്ക് മനസ്സിലാക്കിയല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് കടകംപള്ളിയും പൊറ്റിയും തമ്മിലുള്ള ബന്ധം വന്നിരിക്കുന്നു. LDF നേതാവ് പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോകണം. ശ്രീ സതീഷ് വസന്ത്, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ തുടക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ തുടക്കത്തിൽ SITയുടെ അന്വേഷണം കുറച്ച് ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഈ വിഷയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തും എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നു. പക്ഷേ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ SIT നടത്തിയതുമാണ്. ഇന്നിതാ പോറ്റിക്ക് കടകംപള്ളിയെ അറിയാമെന്ന് പോറ്റി തന്നെ തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതിനു പിന്നാലെ കടകംപള്ളിയും അതിൽ ഒരു സ്ഥിരീകരണം നൽകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. പോറ്റിയെ ശബരിമലയിൽ കണ്ട പരിചയം മാത്രമേ തനിക്കുള്ളൂ എന്നുള്ളതായിരുന്നു ആദ്യം ഇത്തരത്തിൽ കടകംപള്ളി പറഞ്ഞത് എങ്കിൽ ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെ തനിക്ക് വ്യക്തിപരമായി അറിയാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിച്ച സാഹചര്യത്തിലാണ് ആദ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കടകംപള്ളി പോയത്. അന്ന് ശബരിമലയിൽ മാത്രം ആണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി കണ്ടത്, അതോ ഇപ്പോൾ അത് ഏത് തരത്തിലാണ് ഈ ഒരു വിഷയം ഈ ഒരു മൊഴി വന്നതിന് ശേഷം അല്ലേ അദ്ദേഹം അത് മാറ്റിപ്പറയുന്ന വിശേഷത്തിലേക്ക് എത്തിയത്? എന്തോ ഈ സ്വർണ്ണക്കൊള്ള കേസിന് സർക്കാരിനെ സംബന്ധിച്ച് ഇതിനെ നിജ സ്ഥിതി കൊണ്ടുവരണമെന്ന് ഈ സർക്കാരിന് വളരെ ദൃഢമായ നിശ്ചയമുണ്ട്. ഇപ്പം നന്ദു ആയിരുന്നാലും ശരി, രജിന ആയിരുന്നാലും വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കടകംപള്ളി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധം. നോക്കൂ, ഇന്ന് ബഹുമാനപ്പെട്ട രജിന ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ മകസസാക്ഷി എന്ന് വെച്ചാൽ ഈ പോറ്റിയുടെ തൊട്ട് വീട്ടിലടുത്തുള്ള മകസസാക്ഷിയായ ശ്രീ രവീന്ദ്രൻ നായർ, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ, ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ആരെ കണ്ടിട്ടുണ്ട്? നമ്മളെ മുൻ ദേവസ്വം മന്ത്രിയെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശിനെ പല പ്രാവശ്യം കൂടെ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ CPI ഒരു വനിതാ നേതാവിൻ്റെ പേര് പറയുന്നൊന്നും അവരും സ്ഥിരമായിട്ട് പോറ്റിയുടെ അടുത്ത് വരണുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആ അടൂർ പ്രകാശിനെയും ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് വിടേന്. ഇതെല്ലാം കൊണ്ടുവന്നു കടകംപള്ളിയുടെ അത് തന്നെയാണ്. നോക്കൂ രജിനെ, അന്ന് കടകംപള്ളി ഏതായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്നു, സംശയമില്ല. ഞാൻ പറയുന്നത് കടകംപള്ളി ചെയ്താലും അത് അടൂർ പ്രകാശ് വന്നാലും ഒരു തുല്യത കൊണ്ടുവരണം. എന്തിനാണ് അടൂർ പ്രകാശ് വിളിച്ചോണ്ട് പോറ്റിയും വിളിച്ച് സോണിയാഗാന്ധിയെ കൊണ്ടത് അവിടെ നൂല് കെട്ടാനോ? അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഡൈവേർഷൻ ചെയ്ത് പോവുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള ഡൈവേർഷൻ ആര് ചെയ്താലും നിങ്ങൾ പറയുന്നത് രജിനെ, ഇത് ആര് ചെയ്താലും അതിനെ പിടിക്കപ്പെടണം. ഇതൊരു ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല, ഇത് ഏത് വിശ്വാസത്തിനും മുറിവേറ്റിരിക്കുന്ന ഒരു കൊള്ളയാണ് സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ ഒരു CPMൻ്റെ ആൾക്കാർ മാത്രം നിങ്ങൾ അതിനെ ഒരു പർവ്വതീകരിക്കുകയും നമ്മളാൾക്കാർ വരുമ്പോൾ അത് അങ്ങനെ അല്ല എന്നുള്ള രീതിയിലും പറയല്. എങ്ങനെയാണ് തന്ത്രിയെ BJPക്കാർക്ക് ഇപ്പം ഒന്നും പറയുന്നില്ലല്ലോ, BJPക്കാർക്ക് ഒന്നും പറയുന്നില്ലല്ലോ. തന്ത്രി ഇതിൻ്റെ ഒരു കൊള്ളയിലൊരു വശമാണെന്ന്. വാജി വാഹനം ഇപ്പം അജിത് അറയിൽ അദ്ദേഹം വോട്ട് പറയുന്നല്ലോ. അന്ന് നമ്മളെ പ്രയാർ കോവലേഷൻ ആയിരുന്നല്ലോ പ്രസിഡന്റ് ആയിരുന്നത്. വാജി വാഹനം അത് എത്ര ഗ്രാമിന്റെ സ്വർണ്ണമാണ് ആ വാജി വാഹനത്തിൽ? ഞാൻ പറയുന്നത് അത് എങ്ങനെയാണ് തന്ത്രിക്ക് കൊടുക്കാണ്ട് നിങ്ങൾ പറയുന്നു. ശരി, ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു തന്ത്രിക്ക് പോകണമെന്ന് നിങ്ങളൊന്ന് പറയൂ, ഏത് നിയമത്തിൻ്റെ അനുസരിച്ച്? അപ്പം ഈ ഹൈക്കോടതി വന്ന് കണ്ണടച്ചിരിക്കുന്നോ? അപ്പം ഞാൻ ഇത് പറയുന്നത് ഈ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. ഈ ദേവസ്വം ബോർഡിൽ സ്ട്രോങ് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്ത്രിയുടെ വീട്ടിലും, തന്ത്രിക്ക് എവിടെയാണ് തന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് ഇത് കൊണ്ടുവന്നത് അല്ലല്ലോ. ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് ഭക്തജനങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഈ ഭക്തജനങ്ങൾ കൊടുത്ത് അന്ന് എന്തിനാണ് ആ കൊടിമരം അതുപോലെ കോൺക്രീറ്റ് ചെയ്ത കൊടിമരം മാറ്റേണ്ടി വന്നത്? അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത്, ഞാൻ ഇത് ഒരാളിനെ അനുകൂലിക്കില്ല. അപ്പം ഇത് ഒരു സൈഡ് മാത്രം കൊണ്ടുവന്ന് CPMൻ്റെ തലവെട്ട് ഇതിൽ എല്ലാത്തിലും ഉണ്ടെന്നേ. CPM ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും BJPയിലെ ആൾക്കാരായിരുന്നാലും എല്ലാവരും ഇപ്പം തന്ത്രിയില്ലേ. ഇപ്പം ആൾക്കൊരു ഒന്നും ഉണ്ടാവില്ല. തന്ത്രി അറസ്റ്റ് ചെയ്തപ്പം എന്തെല്ലാം ബഹളമായിരുന്നു BJPക്കാർ. തന്ത്രി ഇതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നില്ലേ. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ലെന്ന് ശബരിമലയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത് പറയും, ഞാൻ ന്യായീകരിക്കാനല്ല, ഈ കൊള്ളയ്ക്ക് കൂട്ടുകയ്ക്കാനല്ല. അപ്പോൾ ഇത് ഒരു സൈഡ് മാത്രമല്ല. ഞാൻ പറയുന്നത് ആര് ചെയ്താലും ഇത് വരേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസം കുറ്റപത്രം കൊടുക്കാത്തത് അത് സ്വാഭാവിക ജാമ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെളിയൊന്നും ഇറങ്ങില്ല. സ്വാഭാവികമാണോ? അത് കുറ്റപത്രം കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഇനിയും കണ്ടുപിടി. ഈ ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലൊക്കെ SITക്ക് ചില പിന്നോട്ടടിയൊന്നുമില്ല. ഞാൻ ശങ്കർദാസിന് ഇപ്പൊ കോടതി ഒരു കാര്യം വന്നു. ഞാനൊരു വക്കീലാണ്, ഞാൻ പറയുന്നേക്കൂ, ഞാൻ ഒരു അഭിഭാഷകനാണ്. ഈ ശങ്കർദാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? അദ്ദേഹത്തിന്റെ മകൻ ഒരു IPS ഉദ്യോഗസ്ഥനായോണ്ടല്ല, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് കിടക്കേന്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നതല്ലേ. ആ സ്ട്രോക്ക് വന്ന ഒരു കിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അതിനു വേണ്ടിയല്ലേ മജിസ്ട്രേറ്റ് അവിടെ പോയി ഹോസ്പിറ്റലിൽ അറസ്റ്റ് ചെയ്തത്? വീണ്ടും ചോദിക്കാന് അദ്ദേഹത്തിൻ്റെ ഇതാണ് എങ്ങനെയാണെന്ന്. അത് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് എണീറ്റ് നടക്കാനോ അദ്ദേഹത്തിന് സംസാരിക്കാനോ, സ്ട്രോക്ക് വന്ന മനുഷ്യനെ എന്ത് ചെയ്യാനേ? ഞാൻ പറഞ്ഞ അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാനല്ല പറയുന്നത്. ഒരു മനുഷ്യൻ സ്ട്രോക്ക് വന്ന് കിടക്കേന്. ആ സ്ട്രോക്ക് വന്ന് കിടക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം സ്തംഭിച്ചു കിടക്കുന്നു. എന്നിട്ടും ആക്കാണ് കുറ്റം. അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൽ ഇരുന്നുകൊണ്ടാണ് അതിന് ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്നുള്ള രീതിയിലല്ലേ, ആ ഒരു കോൺട്രസ്റ്റിലല്ലേ ഇത് പറയുന്നത്. അപ്പം ഞാൻ ഇത് പറയുന്നത്, ആര് ചെയ്താലും അയ്യൻ്റെ മുതലെടുത്തവനെ പിടിക്കപ്പെടണം. അത് ആരായിരുന്നാലും അതിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. CPM സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാവരും കൊണ്ടുവന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷം എല്ലാം കൊണ്ടുവന്ന് അത് ഇടതുപക്ഷത്തിനാണ്. അങ്ങനെയാണോ? ഇത് നേരത്തെ തുടങ്ങി നന്ദു, ഇതിപ്പോഴും നല്ല തുടങ്ങിയത്. ശരി, ഒരു തരത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അത്തരത്തിൽ തന്നെ പറയുന്നുവെങ്കിൽ പോലും നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് 11 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിൽ
3 പേർ എത്ര ആളുകളാണ് ഈ പ്രതികൾ? പലരും ഇടത് സഹയാത്രികരൊക്കെ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2018 അതിന് മുമ്പേ ഇത് തുടങ്ങിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട്. ഈ പ്രയാർ ഗോലോഷ് ചെയ്യുന്നപ്പോഴും അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തിന് മോശക്കാരനാക്കാനല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം ഒരു കൊള്ള ചെയ്യാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ്. ഈ കൊള്ള സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ ഒരു കരുതിക്കുട്ടി ഇതൊക്കെ ചെയ്തിട്ടുള്ളതിന് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് കോവിഡ് സമയത്തും ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഈ ഇത് വന്നപ്പോഴത്തേക്ക് അവിടെ ആരും കയറാത്ത അത് മുതലാക്കി എടുത്തുകൊണ്ട് പോയിക്കാന് ഒന്ന് ആലോചിക്കണം. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുത്തത് നേരത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാർക്കും കുഴപ്പമുണ്ട്. അത് ഇദ്ദേഹം മോട്ടിച്ചെന്നു പോലോ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം നേരത്തെ ഉണ്ട്. ശരി സതീഷ് പ്രസന്ന, വ്യക്തമാണ്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജിലേക്ക് പോവുകയാണ്. ശ്രീ എ ജി ജോർജ്, നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ശേഖരണത്തിന് അല്ലെങ്കിൽ മുഴുവൻ രേഖകൾ കണ്ടെത്തുവാൻ തെളിവ് ശേഖരണത്തിലൊക്കെ സാധിക്കാത്ത തരത്തിലേക്ക് SITയുടെ അന്വേഷണം മാറുന്നു എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ SIT കടന്നിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ വശം. മൂന്നാമത്തേത്, പല പ്രതികളും ഇനിയിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 90 ദിവസം കഴിഞ്ഞു, സ്വാഭാവികമായ ജാമ്യമാണ്. ശരി, രണ്ടാമത്തെ കേസുള്ളത് കൊണ്ട് അദ്ദേഹം ജയിലിൽ തന്നെ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യവും കടകംപള്ളി സുരേന്ദ്രന്റെ ഈ ഒരു നിലവിലത്തെ തുറന്നു പറച്ചിലും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രതികരണവുമായ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കാൻ പറ്റുമോ? ഇത് ഓരോ ദിവസം കഴിയും തോറും ഈ കേസ് അന്വേഷണം അതിസങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ യാതൊരു തരത്തിലും ഒരു മുൻ ചരിത്രം നമുക്ക് ഇതിനെ സാദൃശ്യമായി ചൂണ്ടിക്കാട്ടാനില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഇതുപോലെ ഒരു ആരാധനാലയത്തിലെ ഇത്രയും കോടിക്കണക്കിന് രൂപ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്കറിയാം, പഞ്ചാബിലെ അമൃത്സറിലൊക്കെ സുവർണ ക്ഷേത്രം എന്ന പേരിൽ തന്നെ ക്ഷേത്രമുണ്ട്. അതുപോലെ ആന്ധ്രയിലെ തിരുപ്പതിയിലും അതുപോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാളൊക്കെ നിക്ഷേപമുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് എന്ന് നമുക്ക് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ ഒന്നും നടക്കാത്ത രീതിയിലുള്ള ഒരു വൻ തീവട്ടി കൊള്ളയാണ് ഈ ശബരിമലയിൽ നടന്നത് എന്നത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു. ശബരിമല വിശ്വാസികളായിട്ടുള്ള ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അതിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ പൂർവ്വചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നന്ദു ചോദിച്ചതായിട്ടുള്ള ഒരു ചോദ്യം, ഈ അന്വേഷണം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയ സ്വർണം അതേപടി തിരിച്ചു വരും തൊണ്ടിയായിട്ട് എന്ന് ഞാൻ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ പോലും വിശ്വസിക്കുന്നില്ല. കാരണം ഈ സ്വർണമെല്ലാം രൂപമാറ്റം പെടുത്തി കഴിഞ്ഞു ഇതിനോടകം തന്നെ. കാരണം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിരിക്കുന്ന ആളുകൾ സ്വർണ്ണ വ്യാപാരികളാണ്. സ്വർണ്ണ വ്യാപാരികൾ ഒരിക്കലും എവിടുന്നെങ്കിലും മോഷ്ടിച്ചു കിട്ടുന്ന സ്വർണം അതേപടി അവർ സൂക്ഷിക്കുകയില്ല. അവർ നമ്മളെക്കാളൊക്കെ വളരെ ബുദ്ധിമാന്മാരാണ്. അവരുടൻ തന്നെ ആ സ്വർണം ഉരുക്കി അത് ആഭരണങ്ങളാക്കിയോ സ്വർണ്ണക്കട്ടികളാക്കിയോ ഒക്കെ ചെയ്തിട്ട് കടലും കടലാടിയും കടത്തത്തക്ക രീതിയിലുള്ള വലിയ സംവിധാനങ്ങളുള്ളവരാണ് ഈ ബാംഗ്ലൂരിലെയും കർണാടകയിലെയും ഒക്കെയുള്ള സ്വർണ്ണ വ്യാപാരികൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടെ ഇപ്പോ 2 സ്വർണ്ണ വ്യാപാരികളെയൊക്കെ പിടിച്ചു. ഒരാളിനെ ഇപ്പോൾ തൽക്കാലം രംഗത്ത് കാണുന്നില്ല, അദ്ദേഹം തിരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെ തമിഴ്നാട്ടിൽ ഇതിന്റെ രൂപമാറ്റം വരുത്തി അല്ലെങ്കിൽ ഇത് സ്വർണം ചെമ്പാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഒരു ശ്രീവർദ്ധനൻ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അവരെ ഒന്നും പിടിച്ച് എത്ര ചോദ്യം ചെയ്താലും ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം അതേപടി കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഓരോ ദിവസം പറയും ഒരിടത്തു നിന്ന് 100 ഗ്രാം സ്വർണം കിട്ടി. ഇന്ന് ED പറഞ്ഞിരിക്കുന്നു ഏതോ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് 100 ഗ്രാം സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് നഷ്ടപ്പെട്ട സ്വർണവും കിട്ടിയ സ്വർണവും തമ്മിൽ എന്ത് സാദൃശ്യമാണ്, എന്ത് സാമ്യമാണുള്ളത്? അപ്പോൾ ഈ SIT എന്ന് പറയുന്നത് അവരെല്ലാം മനുഷ്യരാണല്ലോ. എന്തെല്ലാം മാന്ത്രിക വിദ്യ പ്രയോഗിച്ചാൽ പോലും ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം അതേ രൂപത്തിൽ തിരിച്ചു വരുമെന്ന് യാതൊരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പിന്നെ നന്ദു ചോദിച്ച ചോദ്യം, ഇവിടെ ഈ ധാരാളമായിട്ടുള്ള ഏതാണ്ട് 13 ആളുകൾ ഇപ്പോൾ തന്നെ പ്രതിപട്ടികയിലാണ്. അതിലെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മുൻപ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ജയിലിലാണ്.
അവിടെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ജയിലിലായിരിക്കുന്ന ആളുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാലഘട്ടങ്ങളിൽ അവിടെ അധികാരത്തിലിരുന്നവരാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാഷ്ട്രീയത്തിന് അപ്പുറമായി കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജയിലിലായിരിക്കുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരുണ്ട്. ഒന്ന് അഡ്വക്കേറ്റ് N വാസുവും 2 K പത്മകുമാറും. ഇവർ രണ്ടുപേരും ഏത് കാലഘട്ടത്തിലായിരുന്നു അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്? നമുക്കെല്ലാം അറിയാം, ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ മുഴുവൻ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ്. കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റുകളാണ് ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്ന പ്രസിഡന്റും 2 മെമ്പർമാരും. അവർക്ക് യാതൊരു തരത്തിലും പ്രത്യേകമായി ഒരു അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പരിജ്ഞാനം ഒന്നും വേണമെന്ന് നിയമങ്ങളിൽ പറയുന്നില്ല. അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൽ മന്ത്രിമാർക്കുൾപ്പെടെ ഒന്നും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത വേണ്ട. അതേസമയം ഒരു സ്കൂളിൽ ഒരു പ്യൂണോ അറ്റൻഡറോ ആണെങ്കിൽ 6ാം ക്ലാസ് എങ്കിലും പഠിച്ചിരിക്കണം. അത് നമ്മുടെ ഒരു സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത. അത് വേറൊരു വിഷയം, പോകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റന്മാർ വാസുവും ഈ പറയുന്ന പത്മകുമാറും CPM-ന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റന്മാരായി വന്നവരാണ്. അവരകത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരുന്നത്, CPM-ന് ഇക്കാര്യത്തിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? അത് ചില്ലറക്കാരായിട്ടുള്ള നേതാക്കന്മാരല്ല. ഈ പത്മകുമാർ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല പാർട്ടി. അതുപോലെ വാസു എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടിയിലെ ഒരു നോമിനിയായി ദേവസ്വം ബോർഡിൽ വർഷങ്ങളായി വന്നതാണ്. ആദ്യം അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു, അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും പറയുന്നവർ കുറ്റാരോപിതർ മാത്രം. അപ്പൊ അവിടെ ഒരു ധാർമ്മികമായ പ്രശ്നമുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെ പുള്ളി തൊട്ട് ജയിലിനകത്ത് കിടക്കുമ്പോഴും അവരുടെ പേരിൽ നടപടി എടുക്കാനോ ഒന്നും ചെയ്യാതെ അവരെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായി ചോദ്യത്തിന്റെ മുന CPM-ലേക്ക് നീളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ രണ്ടാമത് എന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞത്, ഇവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരുണ്ടെങ്കിൽ വരട്ടെ. അവരെ ആരും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരും തന്നെ ഇപ്പോൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യലിന് പോലും വിധേയമായിട്ടില്ലല്ലോ. ഇപ്പൊ അടൂർ പ്രകാശിന്റെ പേര് പറയുന്നു, മറ്റിയിലെ ആളുകളുണ്ടെന്ന് പറയുന്നു. ഒരു അളവ് വരെ കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ പേര് വരെ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ പേരിലുള്ള ആരോപണം വ്യക്തമായി അന്വേഷണം നടത്തി തെളിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം പ്രധാനമാണ്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നന്ദു ചോദിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യമാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള കാരണം വളരെ വ്യക്തമായി ഞാൻ പറയാം, സംശയം മാറ്റി പറയാം. 2017 ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചങ്ങാത്തത്തെ കുറിച്ചുള്ള കാര്യം പുറത്തു വന്നത്. 2017 സാങ്കേതികമായി നിയമപരമായും ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു ആളും ഒരു ശരാശരി ദല്ലാളും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമപരമായി ഒരു സ്ഥാനവും ശബരിമലയിൽ ഇല്ല. അദ്ദേഹം ദേവസ്വം ബോർഡ് നിയോഗിച്ച ആളല്ല, അദ്ദേഹത്തെ തന്ത്രി നിയോഗിച്ചിട്ടില്ല. ആരും തന്നെ നിയോഗിക്കാത്തതായിട്ടുള്ള ഒരാളിനെ ഈ തരത്തിൽ മന്ത്രിയുമായി ബന്ധപ്പെടുത്തുകയും മന്ത്രിയുടെ വീട്ടിലും അദ്ദേഹം മന്ത്രിയുടെ വീട്ടിലും മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലുമൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് അകമ്പടിയോടൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഇവർ തമ്മിൽ വളരെ ഗാഠമായിട്ടുള്ള ബന്ധമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെയോ സതീഷ് വസന്തന്റെയോ ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തിന്റെയോ വീട്ടിൽ ഏതെങ്കിലും ഒരു ചടങ്ങുണ്ടായി കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് ഒരു മന്ത്രിയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ ജന്മദിനത്തെ ആഘോഷിക്കാനോ നൂലുകെട്ടിലിനോ ഒക്കെ നമുക്കൊക്കെ ഒരു മന്ത്രിയെ കിട്ടുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാനമായ കാരണം ഇദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ വൈയക്തികമായിരുന്നു, വളരെ ഗാഠമായിരുന്നു. അപ്പോൾ അതിനകത്ത് ദുരൂഹത ധാരാളമുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടതാണല്ലോ, അദ്ദേഹവും ബാംഗ്ലൂരിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റേതോ ഒരു പൂജാരിയുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഇവിടെ വന്നിട്ട് അതേക്കുറിച്ച് ഇന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായി പറഞ്ഞത്,
ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തില്ല. അതെ. അപ്പോൾ അവിടെ തന്നെ ധാരാളം സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനുമായി, അല്ല അതിനകത്തൊരു രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ടുള്ള ചില സാങ്കേതികമായ വശങ്ങളുടെ പരിഗണിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി തീർച്ചയായും ശ്രീ എ ജി ജോർജ്, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ സതീഷ് വസന്ത, ഇവിടെ പറഞ്ഞ എ ജി ജോർജ് പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്കുകളിൽ ഒരു കൃത്യമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ മൊഴി നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യമായി ഈ വിഷയത്തിൽ കടകംപള്ളി പ്രതികരിക്കുകയും തങ്ങൾക്ക് പരിചയമുണ്ടെന്നും ഈ കുട്ടിയുടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോയിരുന്നു എന്നതടക്കമുള്ള കാര്യം, പോലീസ് എസ്കോർട്ടോടുകൂടി പോയി. പക്ഷേ കുട്ടിയുടെ ചടങ്ങ് എന്താണെന്ന് മാത്രം അദ്ദേഹത്തിന് ഓർമ്മയില്ല. സ്വാഭാവികം, വർഷങ്ങൾ പിന്നിടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ വെച്ച് കണ്ട ആ ഒരു ഫോട്ടോ, ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോണാണ് ആ ഒരു ചിത്രം പുറത്തു വിട്ട് അതിൽ ചില ചോദ്യങ്ങളടക്കം ഉന്നയിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു മറുപടി എന്തുകൊണ്ട് കടകംപള്ളി നൽകിയില്ല എന്നൊരു ചോദ്യം, അതേറെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ആ ഒരു ചോദ്യത്തിന് മാത്രം കടകംപള്ളിക്ക് ഉത്തരമില്ല, പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. 2017 മുതൽ കടകംപള്ളിയുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പറയുന്ന സാഹചര്യത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് പൊതുസമൂഹം ഈ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് സത്യത്തിൽ ബാംഗ്ലൂരിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മറുപടി കടകംപള്ളിക്ക് ഇല്ലാതെ പോയത്? ശ്രീ സതീഷ് വസന്ത്, പെട്ടെന്ന് നോക്കൂ നന്ദു, ഞാനിത് പറയുന്നത് ഇപ്പം ആരെയും സംരക്ഷിക്കാനോ അല്ലെ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം എന്ന് പറയുന്നത് ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് പലവരും വന്ന് കാണും, പലവരും ഫോട്ടോ എടുക്കും. ആ ഫോട്ടോയുടെ ഉള്ളടക്കം എല്ലാം പറയണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കേസ്. നടക്കാൻ ഞാൻ പറയുന്ന നോക്കൂ നമ്മൾ അങ്ങോട്ട് പോയാൽ, ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ എയർപോർട്ട്, ഇപ്പോൾ ഞാൻ തന്നെ ഇന്ത്യക്കകത്ത് പല സ്ഥലത്തും പോകും, എയർപോർട്ടിൽ പോകും. ചിലപ്പോൾ എന്നെ പരിചയമുള്ള അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടാണെങ്കിൽ അവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും. പക്ഷേ ആ പ്രതി അല്ലെങ്കിൽ ആ സുഹൃത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിയാകുമ്പോൾ സതീഷ് വസന്തോ അതിൽ പെട്ടെന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. ഞാൻ അത്ര മാത്രമേ പറ്റൂ. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് 100% അത് ഇത് വെള്ളപൂശിടുന്നതല്ല. പലവരും പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. പലവരും ഞാൻ എയർപോർട്ടിൽ വെച്ചായിരുന്നാലും ഇപ്പം നമ്മൾ വേറെ സ്ഥലത്ത്, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസ്, ഇപ്പം രഞ്ജി പറയുന്നതെന്ന് വെച്ചാൽ ആഫീസ് വെച്ച് കണ്ടെന്ന് പറയുതാ, നിങ്ങൾ ആഫീസിൽ വെച്ചല്ലേ കണ്ടത്, വെളിയിൽ വെച്ച് കണ്ടത്, വെളിയിൽ വെച്ചല്ലേ കണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി, ദേവസ്വം ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. സതീഷ് വസന്ത്, ഞാൻ പറയട്ടെ അദ്ദേഹം ദേവസ്വം മന്ത്രി അല്ല എന്നൊന്നും പറഞ്ഞില്ല, അദ്ദേഹം കണ്ടില്ല എന്ന് പറയില്ല. ഞാൻ പറയുന്നിട്ട് അദ്ദേഹം അല്ല, ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം അല്ല, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും, ഒരു കുഴപ്പം. തിരിച്ച് ഞാൻ ഒരു ചോദിച്ചിരിക്കുന്നത്, സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ ഗോവർദ്ധനും രാഹുൽ നമ്മൾ അടൂർ പ്രകാശും ബഹുമാനപ്പെട്ട ഈ ഉണ്ണികൃഷ്ണനും എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുള്ളൂ. അപ്പൊ അതെന്തിനാണ് പോയത്? പിന്നെ അന്ന് ആരാണ് കൂടെ ഉള്ളത്? അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉള്ളത് ഈ കൊള്ള സംഘത്തിലുള്ളതല്ലേ. അദ്ദേഹം കൂടി എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? ഈ സോണിയാഗാന്ധിയെ ഞാൻ പറഞ്ഞിട്ട് അത് സോണിയാഗാന്ധി നിശ്ചയിച്ചിട്ടുണ്ടോ? ഞാൻ അതല്ല പറഞ്ഞ, സോണിയാഗാന്ധി നിശ്ചയിച്ചിട്ടുണ്ടോ? അടൂർ പ്രകാശം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകളും താൻ കണ്ടിട്ടില്ല എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ശ്രീ സതീഷ് വസന്ത്, നിങ്ങൾ രാഷ്ട്രീയ ലാക്കോടുകൂടിയാണ് നിങ്ങൾ പോണത്. രാഷ്ട്രീയ ലാക്കല്ല, രാഷ്ട്രീയ ലാക്ക് ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി ഓഫീസിൽ വരുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതാണോ? അഡ്വക്കേറ്റ് സതീഷ് വസന്തിന്റെ വീട്ടിൽ ഈ പറയുന്ന എത്ര മന്ത്രിമാർ വന്നിട്ടുണ്ടാവും? അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ, അല്ലെ നേതാവാണല്ലോ. താങ്കളുടെ വീട്ടിൽ എത്ര തവണ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന വിശേഷ ദിവസങ്ങൾ വന്നിട്ടുണ്ട്? ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ മന്ത്രി വന്നിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തുകാരനാണല്ലോ. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരേറ്റ് പുളിമാത്തെന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോകാമെങ്കിൽ അതിനേക്കാൾ അടുത്ത് കിടക്കുന്ന സതീഷ് വസന്തിന്റെ വീട്ടിൽ കടകംപള്ളി വന്നിട്ടില്ല.
ഈ പറയുന്ന നമ്മുടെ ആളുടെ വീട്ടിൽ വന്നിട്ടില്ല, ഇവിടെ ഇരിക്കുന്ന ഇവരുടെ പാർട്ടിക്കാരുടെ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ കരുതൽ പോറ്റിയോടുണ്ടെങ്കിൽ ആ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ നാട്ടിലെ സമൂഹത്തിന് മനസ്സിലാക്കില്ലേ? നിങ്ങൾ ഈ വിഷയത്തിൽ അന്ന് പത്മകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പത്മകുമാർ എന്താണ് പറഞ്ഞത്? പത്മകുമാറിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൊഴി പ്രസ്താവം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താൻ മാത്രം എങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിയാകും, താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അന്ന് ഈ ദൈവതുല്യർ പരാമർശം, നിങ്ങൾ ആ ദൈവതുല്യർ പരാമർശത്തെ തന്ത്രിയിൽ ഒതുക്കി. പക്ഷെ അത് മാത്രമാണോ ഒരു പാർട്ടി പ്രവർത്തകരെന്ന നിലയ്ക്ക് പത്മകുമാറിന് ദൈവതുല്യർ തന്ത്രിയാകണം എന്ന് നിർബന്ധവും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പ്ലസ് ഈ കൂട്ടുത്തരവാദിത്വം എന്നൊരു പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുത്തരവാദിത്വം, ആർക്കാണ് കൂട്ടുത്തരവാദിത്വം? അന്ന് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന സകലമാന ആളുകൾക്കും ഒരുപക്ഷെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്നിരിക്കെ തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. ദൈവത്തിൽ ഉപയോഗിച്ചു. ശവന്തീനികളല്ല എന്നൊരു പ്രയോഗം പത്മകുമാർ നടത്തിയിരുന്നു. അതായത് പത്മകുമാർ മനസ്സിലായി കഴിഞ്ഞു, തന്നെ എന്തായാലും പാർട്ടി കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഈ കൂട്ടുത്തരവാദിത്വം ഇന്ന് അടിവരയിട്ട് ഹൈക്കോടതിയും ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരാൾ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒരു എ പത്മകുമാറോ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കൊള്ളയല്ല സാർ സത്യത്തിൽ ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടുത്തരവാദിത്തത്തിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കം വരില്ലേ എന്നൊരു ചോദ്യമാണ്. പി എസ് പ്രശാന്തിന്റെ ഈ ദേവസ്വം ബോർഡിലെ അന്നുണ്ടായിരുന്നവരെ അടക്കം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. പി എസ് പ്രശാന്തിന് ഒരുപക്ഷെ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് നൽകാനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം അന്ന് പറഞ്ഞ നിർണായകമാകുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രശാന്ത് ഉണ്ടെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിനകത്താക്കണം. നിങ്ങൾ പറയുന്നത് ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുന്ന ആരുമാണ്? ഇത് ആരാണ് ചേർത്ത് നിർത്തുന്നത്? ഇവരാരും തള്ളിപ്പറയുന്നത് ചേർത്ത് നിർത്തുന്നത് ആരാണ്? പിന്നെ ഈ പറയുന്ന ഇപ്പൊ നന്ദു ആവർത്തിച്ചു, ബഹുമാനപ്പെട്ട സാറോ ആവർത്തിച്ചു, ഈ പറയുന്ന സതീഷ് വസന്തു ആദ്യം മുതൽ പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ പറയുന്ന ആരായാലും ഞങ്ങൾ അവരെ എല്ലാം തള്ളിപ്പറയും, അല്ലെങ്കിൽ അവരെ ആരെയും ചേർത്തിടുന്നത് ഇത് കൊള്ളയാണ്, കപട്യമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ CIT ബന്ധപ്പെട്ട ആളല്ലേ? ഈ പറയുന്ന പത്മകുമാർ ആരാണ്? പത്മകുമാർ ഈ പറയുന്ന ഈ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമല്ലേ? അദ്ദേഹത്തെ മാറ്റിയോ? വാസു ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റും ഈ പറയുന്ന CPM-മായി ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ? വിജയകുമാർ ആരാണ്? ഈ പറയുന്ന സുധീഷ് കുമാർ ആരാണ്? KS ബയ്യു ആരാണ്? ഈ പറയുന്ന ഈ ലിസ്റ്റിലുള്ള ആളുകൾ, ജയിലിൽ കിടക്കുന്ന ആളുകളെല്ലാം CPM-ഉം അതിന്റെ പോഷക സംഘടന അല്ലെങ്കിൽ തൊഴിലാളി സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവർക്കെതിരെ ഒന്നും ഇതുവരെയായിട്ടും ഈ പറയുന്ന CPM-ന്റെ ഒരു നടപടി എടുത്തിട്ടില്ല, CIT നടപടി എടുത്തിട്ടില്ല, നിങ്ങളെ ഇടതുപക്ഷ നടപടി എടുത്തിട്ടില്ല. എന്നിട്ട് ഇവരെ ആരും തള്ളി പറയാതെ ഇവിടെ വന്നിരുന്ന് പറയുകയാണ് ആര് വേണമെങ്കിലും കുറ്റം ചെയ്തോട്ടെ, അവരെ എല്ലാം ശിക്ഷിച്ചോട്ടെ. അവരെ ഈ പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും എല്ലാം സംരക്ഷിക്കുക, അത് അവർക്ക് അവരുടേതായ നീതിയും അവരുടേതായ പോലീസുമാണോ ഉള്ളത്? തന്ത്രി നമ്മളെ പാർട്ടിയാണോ? തന്ത്രി ആരാണ് സംരക്ഷിക്കുന്നത്? തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി ശിക്ഷിക്കപ്പെടട്ടെ. തന്ത്രിയുടെ കാര്യമല്ലല്ലോ പറയുന്നത്. ഈ പറയുന്ന പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുടെ കാര്യമല്ല പറയുന്നത്. അതായത് ഈ പ്രതിപക്ഷം ഒരിക്കലും തന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോയിട്ടില്ല. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ തന്ത്രിയെ മറയാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു ആരോപണം അത് സ്വാഭാവികമായി പ്രതിപക്ഷം ഉന്നയിക്കും. അതിന് തെറ്റും പറയാനില്ല. കാണാമറയത്തൊന്നും നമ്മൾ പറയില്ലേ? ഞാൻ പറയുന്നത് ഈ പത്മകുമാർ ആരെങ്കിലും കടകംപള്ളി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയാമല്ലോ. ഇപ്പൊ പോറ്റി പറഞ്ഞിട്ടുണ്ടോ? സതീഷ് വസന്ത് ഒറ്റ കാര്യം ഒന്ന് വഴങ്ങി തരാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ 2017-2018 കാലഘട്ടത്തിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നത് ഈ പറയുന്ന പത്മകുമാറാണെന്നുള്ള സംശയമില്ലല്ലോ. ഈ പറയുന്ന സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് മനസ്സിൽ രേഖപ്പെടുത്തിയത് അത് ദേവസ്വം ബോർഡ് കമ്മീഷണർ വാസുവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ.
ഈ പറയുന്ന കൊള്ള നടന്നത് 2018-ലും 2017-ലും ആണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ആ സമയത്ത് നിൽക്കേണ്ട ആളുകൾ ഇപ്പൊ നന്ദു പറഞ്ഞ പോലെ കൂട്ടുത്തരവാദിത്വം ഇല്ലാതെ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനവും അതിന്റെ മിനിസ്റ്ററും അതിന്റെ പ്രസിഡന്റും ഒന്നും എല്ലാം പങ്കാളികളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം കുറ്റക്കാരാണ്, ഇവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു, ഇവരെതിരെ പാർട്ടി നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ ഇവരൊന്നും നമ്മുടെ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയാനുള്ള ധാർമ്മികത ഈ പറയുന്ന CPM എന്താണ് ഇല്ലാത്തത്? ഈ പറയുന്ന അതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാത്തത്? നിങ്ങൾ അതിന്റെ ഘടകകക്ഷിയല്ലേ, നിങ്ങൾക്ക് അതിനെതിരെ എന്താ പ്രതികരിക്കാത്തത്? അങ്ങനെ ഒരു ധാർമ്മികത പൊതുസമൂഹത്തിനോട് കാണിക്കണ്ടേ? നിങ്ങൾ കാട്ടുകൊള്ളന്മാരാണ് ഇവന്മാരെല്ലാം എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്, കൊള്ള നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്, ഈ പറയുന്ന CPMകാരെല്ലാം അതിൽ പ്രതിയാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവരെയെല്ലാം തള്ളിപ്പറയേണ്ട ധാർമ്മികത എവിടെ പോയി? ഇതാണോ ജനാധിപത്യ? ശ്രീ സതീഷ് വസന്ത് ഇവിടെ പറഞ്ഞ രജൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. നോക്കൂ, ഇവിടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏകദേശം 11 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിൽ പകുതിയിലധികം ആളുകളും CPMവുമായി ബന്ധമുള്ളവരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കും. അതിൽ ഒരു തരത്തിലും അവരെ തെറ്റു പറയാൻ ആകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ ഒരു തരത്തിലും പാർട്ടി തലത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് അത് നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്ന ആ ദിവസം മുതൽ, എന്നാണോ പത്മകുമാർ അറസ്റ്റിലായത് അന്ന് മുതൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്ന സമയത്ത് സ്വാഭാവികമായും പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ ആരോപണ വിധേയനായ സമയം തന്നെ പാർട്ടി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും അത് ധാർമ്മികമായ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചു. അതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ജാമ്യം നിഷേധിച്ച വേളയിലാണ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണമായും പുറന്തള്ളിയ ഒരു വാർത്ത, അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു മാതൃകാപരമായ തീരുമാനം കോൺഗ്രസ് എടുത്തത്. നോക്കൂ, അവിടെ അത്തരത്തിലൊരു ആരോപണമുണ്ടായി, അത് തെളിയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി തലത്തിൽ നടപടി എടുത്തു. പക്ഷേ മറുവശത്ത് നോക്കൂ, നിങ്ങളുടെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട ഒരു കേസിൽ പാർട്ടി തലത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇതിനുള്ളിൽ ഈ ജില്ലാ കമ്മിറ്റികളിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി എന്തുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കുന്നു, പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുവശത്ത് ഈ തരത്തിലുള്ള പ്രതിരോധവും, പക്ഷെ പത്മകുമാറിനും മറ്റുള്ളവർക്കും പാർട്ടി തലത്തിൽ സംരക്ഷണവും ഒരുക്കുന്നതിന്റെ ചേതോവികാരം എന്താണ് ശ്രീ സതീഷ് വസന്ത്? അല്ല നന്ദു ഈ രാഹുൽ മാങ്കോട്ടത്തിൻ്റെയും ഈ കേസായിട്ട് ക്ലബ് ചെയ്താണ് സംസാരിക്കുന്നത്. ഇത് എൻ്റെ ഡിഫറൻസ് കേസല്ലേ ഇത്? അത് ഇതുമായിട്ട് അത് ഞാൻ പറഞ്ഞിട്ട് അത് ഇതുമായിട്ട് നിങ്ങൾ എന്തിനാണ് ക്ലബ് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. പോട്ടെ, ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് ശരി. നിങ്ങളിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ശ്രീ മുരാരി ബാബു അദ്ദേഹം CPMന്റെ ഏത് ഘടകത്തിലാണ് ഉള്ളത്? പണ്ട് CAT-യിലുണ്ടെന്ന് അത് ഞാൻ പറയുന്നത്. മുരാരി ബാബു ആരാണ്? വാസു അദ്ദേഹം ഏത് ഘടകത്തിലുള്ള പറയും? പുള്ളിയെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിങ്ങളുടെ പഞ്ചായത്ത് CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ പണ്ട് ജില്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെച്ച ആളാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വെച്ച ആളല്ലേ വാസു എന്ന് പറയുന്ന ആള്? റെജിനെ, ഞാൻ ഒരു കാര്യം പറ്റി, അദ്ദേഹം ഇപ്പൊ പാർട്ടിക്കകത്ത് ഏത് സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തിന് മാറ്റേണ്ടത്? പറയൂ. അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ആളാണോ? അല്ല, ഞാൻ പത്മകുമാർ എന്ന് പറയുന്ന നിങ്ങൾ ഒരു വ്യക്തിയെ പറഞ്ഞു ശ്രീ പത്മകുമാറിന് പറയാം, ഓക്കെ. ബാക്കി ആര് പാർട്ടിയിലെ ഏത് ഘടകത്തിൽ? സതീഷ് വസന്ത് ഇവിടെ അത്ര അധികം നിർണായകമുള്ള ഒരു വ്യക്തിയാണ്. പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ട്? ശരി, അങ്ങനെ കൈകൾ ശുദ്ധമാണെങ്കിൽ ശരി, അത് ഓക്കെ, ശരി. ഞാൻ സതീഷ് വസന്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ AG ജോർജിലേക്ക് ഞാൻ ഒരു വട്ടത്തിൽ കൂടിയിട്ട് വരാം. ശ്രീ AG ജോർജ്, ഈ പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ചില ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ അവർ എടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇപ്പോഴും അവർ കുറ്റാരോപിതർ മാത്രമായിരിക്കുമ്പോൾ സ്വാഭാവികമായി നടപടിയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ വേണ്ട.
മറുവശത്ത് നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവികമായ ജാമ്യം നൽകുന്നതിൻ്റെ ഭാഗമായി 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം നൽകി കഴിഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാകും താങ്കൾ വിലയിരുത്തുക, ശ്രീ എ ജി ജോർജ്? എന്തോ ഇത് ക്ലൈമാക്സിലേക്ക് പോകുന്നു എന്നൊന്നും പറയാനായിട്ടില്ല. ഇത് അന്വേഷണത്തിന്റെ ഒരു ഘട്ടം മാത്രമേ ഏതാണ്ട് പൂർത്തിയായി വരുന്നുള്ളൂ. ഇതിനകത്ത് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് അത്തരത്തിലൊരു ആന്റി ക്ലൈമാക്സ് പ്രതീക്ഷിക്കുമോ എന്നുള്ളതായിരുന്നു ശ്രീ എ ജി ജോർജിന്റെ ചോദ്യം. അതല്ല, ക്ലൈമാക്സ് പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്ലൈമാക്സ് ആകണമെന്നുണ്ടെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം ഇത് അതിന്റെ അന്വേഷണം എല്ലാം പൂർത്തീകരിച്ച് അങ്ങ് പരമകോടിയിലെത്തണം, ഉച്ചകോടിയിലെത്തണം. അങ്ങനെ എത്തത്തക്ക ഒരു ഘട്ടത്തിലൊന്നും ആയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന, അനൗദ്യോഗികമായി മനസ്സിലാക്കുന്ന ഏതാണ്ടൊരു 100ഓളം പ്രതികൾ പട്ടികയിൽ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ അന്വേഷണം ഓരോ ദിവസം കഴിയും തോറും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിസങ്കീർണമായി വരുന്നു, പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. അങ്ങനെ വരുമ്പോഴോ അന്വേഷണം സ്വാഭാവികമായി നീണ്ടുപോകും. ഞാൻ മനസ്സിലാക്കിയത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നാമത്തെ കേസിൽ ജാമ്യം കിട്ടിയത് വേണ്ട രീതിയിൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കത്തക്ക രീതിയിൽ, ഇദ്ദേഹത്തെ ജാമ്യം നിഷേധിക്കത്തക്ക രീതിയിൽ പ്രോസിക്യൂഷന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട്, നിയമം അനുസരിച്ച് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സാങ്കേതികമായി ജാമ്യം കൊടുത്തു. മറ്റു കേസുകളിലും പ്രതിയായതുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സംഗതി എന്നതിനപ്പുറമായിട്ട് അതിന് നിയമപരമായി അഡ്വക്കേറ്റ് സതീഷ് വസന്തന്റെ അഭിഭാഷകനാണല്ലോ ഈ 90 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ രീതിയിലുള്ള കുറ്റപത്രം പോകണമല്ലോ. കുറ്റപത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ച് ഒരു ഘട്ടത്തിൽ എത്തിയെങ്കിൽ മാത്രമല്ലേ കുറ്റപത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറ്റപത്രം കൊടുക്കുന്ന പ്രക്രിയ തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ അന്വേഷണത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കുറ്റപത്രം കൊടുക്കണമെങ്കിൽ ഇതുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുകയും കോടതിയിൽ സമർപ്പിക്കത്തക്ക രീതിയിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന അന്വേഷണ കമ്മീഷന് കോടതിയുടെ മുൻപിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും 4 പേരെ ചോദ്യം ചെയ്തിട്ട് അതിന്റെ രേഖകളുമായി പോയാൽ കോടതിയിൽ നിന്ന് തർജ്ജനം അവർക്ക് കിട്ടാനുള്ള സകല സാധ്യതകളുള്ളത് കൊണ്ടാണ് വളരെ അവധാനതയോടുകൂടി തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ അന്വേഷണം ഓരോ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ കുറ്റാരോപിതരായിരിക്കുന്നു എന്ന് പറയുന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മുൻനിര നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തരം ചോദ്യങ്ങളുടെ മുന CPM-ലേക്ക് നീളുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു അസാധാരണത്വവും ഇല്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് വസന്തൻ ഇതിനെ ഒരു തരത്തിലും മുഖം മൂടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ വെച്ചുകൊണ്ട് ഇവരിലുള്ള കുറ്റങ്ങൾ ലളിതവൽക്കരിക്കാനായി ദയവായി ശ്രമിക്കരുത്. അഡ്വക്കേറ്റ് കെ വാസുവിനെ എനിക്ക് നേരിട്ടറിയാം. എന്റെ ജന്മനാട്ടിലെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. CPM-ന്റെ അംഗമാണ് അദ്ദേഹം. ദേവസ്വം കമ്മീഷൻ ആയതിനു ശേഷം അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചത് രാഷ്ട്രീയ നിയമനമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളുടെ നേതാക്കന്മാരായിരുന്നു. അതിലൊരാളാണ് ശങ്കരദാസ് എന്ന് പറയുന്നത്. അന്ന് CPI-യുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമായി വളരെ വ്യക്തം. ഇദ്ദേഹം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് വസന്തൻ പറഞ്ഞു, പത്മകുമാറിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല, നിങ്ങൾ ആരോപിക്കുന്നത് ശരിയാണ്, മറ്റുള്ളവരൊന്നും പാർട്ടി അംഗത്തുള്ളവരല്ല, അങ്ങനത്തെ കുറെ കൂടെ അന്വേഷിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പൊതുവായി CPM സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് രാഷ്ട്രീയ ധാർമ്മികത ഉള്ളതല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിന് മറുപടി പറയാനായിട്ട് CPM ബാധ്യസ്ഥരാണ്. ഇവിടെ മറ്റുള്ളവരൊക്കെ കുറ്റം ചെയ്യുമ്പോൾ ഒരു ന്യായം പറയുകയും അല്ലാതിരിക്കുമ്പോൾ വേറൊരു ന്യായം പറയുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഈ ഒരു രാഷ്ട്രീയ വിശദീകരണം യുക്തിക്ക് നിരക്കുന്നതല്ല. ഇവിടെ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അന്നും ഇതുപോലെയുള്ള ചില ചോദ്യങ്ങളുണ്ടായി. CPM-ൽ തന്നെ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ യാതൊരു പോറലുമേൽക്കാതെ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ നിൽക്കുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മൾ കാണേണ്ടതായ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം ഈ പ്രതികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ
മുറമുറയായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മാത്രമല്ലല്ലോ, പൊതുസമൂഹം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതിന്റെ പേരിലാണല്ലോ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശങ്കരദാസിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിന്റെ സാങ്കേതികത്വം എന്താണ്? കാരണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി സർക്കാർ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അതിന്റെ സെല്ലിൽ പാർപ്പിക്കണം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ പോലെ അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തെ സംബന്ധിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഉടനടി കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കോടതി പോലും പരോക്ഷമായി സംശയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ മെഡിക്കൽ റിപ്പോർട്ട് ഉടനെ ഈ ശങ്കരദാസിന്റെ കാര്യത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. മാത്രമല്ല, കോടതി പറഞ്ഞിട്ടാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ. അപ്പോൾ അദ്ദേഹം കുറ്റവാളികളുടെ പട്ടികയിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നം അത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമല്ല. അപ്പോൾ ഇവിടെ പൊതുവായി നമുക്ക് പറയുമ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ CPM-മായി പ്രത്യക്ഷമായി ബന്ധപ്പെട്ടയാളാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്തൻ ഒരു ഘടകകക്ഷി പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ അവിടെയും ഇവിടെയും തൊടാതെ പറയാൻ അദ്ദേഹത്തെ അത്രേ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ല. അദ്ദേഹം പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ LDF-ന്റെ പ്രതിനിധിയായി വരുമ്പോൾ സ്വാഭാവികമായി ഒരു ധാർമ്മികത കൊണ്ട് അദ്ദേഹം പരിരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതല്ലാതെ അതിനെ ബലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുപോലെ സമീകരിക്കരുത്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ ഒരു സംസ്ഥാന മന്ത്രി വീട്ടിൽ പോയി സന്ദർശിക്കുന്ന ഒരു പ്രതിയെയും തമ്മിൽ ഒരു കാരണവശാലും ദയവായി താരതമ്യപ്പെടുത്തരുത്. ആ താരതമ്യം തന്നെ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇവിടെ സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്ന് ഒരു പണം നിൽക്കുന്നതും ഈ പറയുന്ന കേരളത്തിലെ ഒരു ദേവസ്വത്തിന്റെ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ കുഞ്ഞിന്റെ നൂലുകെട്ടിനാണോ ജന്മദിനത്തിനാണോ എന്ന് അദ്ദേഹം തന്നെ ഓർക്കുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ പോവുകയും ചെയ്യുന്നത് സമീകരിക്കരുത്. അത് യുക്തിക്ക് നിരക്കുന്ന ഒരു സമീകരണമല്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വളരെയേറെ ഗാഢമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ബന്ധത്തിൽ ദുരൂഹത ആരോപിക്കുന്നത്. തീർച്ചയായും ശ്രീ AG ജോർജ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. രജിൻ തുടരുകയാണ്. രജിൻ, ഈ പറഞ്ഞതുപോലെ ഈ തരത്തിൽ പാർട്ടി തലത്തിലൊരു സംരക്ഷണമൊക്കെ ഈ പ്രതികൾ, പ്രത്യേകിച്ച് പത്മകുമാറിനും N വാസുവിനും അടക്കമുണ്ട് എന്നൊരു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ നോക്കൂ, ഒരു വശത്ത് ED-യുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്, കർണാടക, കേരളം അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ വലിയ റെയ്ഡും കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ നിർണായകമായ ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കേസിൻ്റെ കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ED-യുടെ അന്വേഷണത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറുവശത്ത് തുടക്കത്തിൽ ED-യുടെ അന്വേഷണത്തിന് വലിയ വിമുഖത അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിന് തടയിടുന്ന തരത്തിലേക്കൊക്കെ സംസ്ഥാനം പോയിരുന്നു. അന്വേഷണമേ വേണ്ട എന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒടുക്കം കോടതി ഇടപെട്ടു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ED അന്വേഷണത്തിനൊക്കെ കളമൊരുങ്ങിയത്. ED-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ വിശ്വാസ്യതയടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ED അന്വേഷിച്ച, സംസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച പല കേസുകളുടെ അവസ്ഥ ശ്രീ AG ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നമ്മൾ പല ചർച്ചകളിലും ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ED-യുടെ അന്വേഷണത്തെ എത്രത്തോളം കാര്യക്ഷമമാണ്, സത്യസന്ധമാണ് എന്നുള്ളതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ നിരവധിയായ റെയ്ഡുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ആ ഒരു അന്വേഷണത്തെ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് ശ്രീ രജൻ? നോക്കൂ നന്ദു, നമ്മുടെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് സതീഷ് വസന്ത് വളരെ സമയമെടുത്ത് അദ്ദേഹം വളരെ ന്യായീകരിക്കുന്ന രീതിയിൽ എല്ലാവരെയും കൊള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന CPM ഈ പറയുന്ന ആളുകളെ ആരെയും തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, പത്മകുമാർ എന്തുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല, അല്ലെങ്കിൽ വാസു എന്തുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല, ഉണ്ണികൃഷ്ണൻ പേറ്റി മാത്രമല്ലേ പേര് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ അറിയാം സാർ, ഈ പറയുന്ന പത്മകുമാർ ആരുടെയൊക്കെ പേര് പറയുമെന്ന്. വാസുവിനെ തള്ളിപ്പറഞ്ഞ് വാസുവിനെതിരെ നടപടി എടുത്താൽ അറിയാം വാസു ആരുടെയൊക്കെ പേര് പറയുന്നെന്ന്. അങ്ങനെ ഈ പറയുന്നവർക്കെതിരെ തള്ളിപ്പറയുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ പറയുന്ന CPM-ന് നേതൃത്വം മാറിയിരിക്കുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മറ്റ് കേസുകളെ പോലെ അല്ല ഈ കേസുകളെന്ന് പറയുന്നു. പ്രിയപ്പെട്ട സതീഷ് വസനോട് പറയാനുള്ളത്, ഈ പറയുന്ന ഭക്തജനങ്ങളുടെ കണ്ണിൽ നിന്നും ചോര വന്നുകൊണ്ടിരിക്കുകയാണ്.
ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ഇത്രയും വലിയ കൊള്ള നടന്നതറിഞ്ഞ് ഈ നാട്ടിലെ അയ്യപ്പ ഭക്ത ജനങ്ങളുടെ, കേരള സമൂഹത്തിലെ മറ്റു വിശ്വാസികളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ഓരോ ജനത നിൽക്കുകയാണ്. അത്രയ്ക്ക് വലിയ കൊടും കള്ളത്തരവും കൊള്ളയുമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിനെ അങ്ങ് സാധൂകരിച്ചു പോകരുത്. ഈ കേസ് എന്ന് പറയുന്നത് അത്ര വലിയ സ്വർണ്ണക്കടത്ത് കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ തള്ളിപ്പറയുവാനുള്ള ധാർമ്മികതയെങ്കിലും ഈ CPM പോലെയുള്ള പാർട്ടികൾ കാണിക്കണമെന്ന് പറയുന്നതാണ്. ഈ പറയുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ശബരിമല മാത്രമല്ല നന്ദു, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമല പോലെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലെ എല്ലാ കള്ളത്തരം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെ തകർക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശബരിമല പോലെ ക്ഷേത്രത്തിൽ മുമ്പ് നടന്ന നമുക്കറിയാമല്ലോ, ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാവാൻ കാരണക്കാരനാരാണ്? ഈ പറയുന്ന ഗവൺമെൻറ് തന്നെയല്ലേ. ഇതിന് മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ്, അതായത് VS കൊടുത്തതിന് തിരുത്തി കൊടുത്ത അഫിഡവിറ്റ് വീണ്ടും VS അച്യുതാനന്ദൻ കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വരികയും ആ വിധി ധൃതിപ്പെട്ട് നടത്തുവാൻ നോക്കിയതും അതുമായി ബന്ധപ്പെട്ട് നടന്ന ഇവിടുത്തെ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ പ്രക്ഷോഭങ്ങൾക്കിടയിൽ 18-ാം പടിയുടെ മേളിൽ കയറി ഇന്ന് പോലീസിനെ നിയന്ത്രിച്ച ഒരാളുണ്ട്, വത്സൻ ദില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാമല്ലോ. ഈ പറയുന്ന 18-ാം പടിയുടെ മുകളിൽ കെട്ടുപോലും ഇല്ലാതെ ആചാരലംഘനം നടത്തിക്കൊണ്ട് അവിടുത്തെ പോലീസിനെ നിയന്ത്രിച്ച, അല്ലെങ്കിൽ അവിടുത്തെ പോലീസിന്റെ ജോലി നടത്തിയ ഒരാളുണ്ട്, വത്സൻ ദില്ലങ്കേരി എന്ന് പറയുന്ന RSSകാരൻ, അറിയാമല്ലോ. അങ്ങനെയുള്ള RSSകാർക്ക് കയറി അങ്ങനെയൊക്കെ ചെയ്യുവാനുള്ള അവസരം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അജണ്ടയാണോ എന്നും കൂടി സംശയിക്കേണ്ടതുണ്ട്. സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡ് തകർക്കുവാനുള്ള 1950 മന്നത്ത് പത്മനാഭനെ പോലെയുള്ള, ശങ്കരനെ പോലെയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഇരുന്ന ദേവസ്വം ബോർഡ് തകർക്കുവാനുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ വരുമ്പോൾ അതിന് കൂട്ടുനിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കൊള്ളകൾ കൂടി നടത്തി ഈ പറയുന്ന ദേവസ്വം ബോർഡ് തകർക്കുവാനുള്ള ലക്ഷണമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ക്ഷേത്രങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ ക്ഷേത്രത്തിൽ നടന്ന കാട്ടുകൊള്ള, ആ കാട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPMന്റെ നേതാക്കന്മാർ ഓരോരുത്തരെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് വാജീവാഹനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അജിത് തറയിൽ തന്നെ അതിന് വിശദീകരണം നടന്നിട്ടുണ്ട്. അത് അവിടെ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ ദേവപ്രശ്നത്തിൽ എന്തായാലും ദേവപ്രശ്നം നടത്തുന്നത് ഈ പറയുന്ന ഈ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരോ ഒന്നും അല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടത്തിയ ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ തന്ത്രപരമായി നടത്തിയ ദേവപ്രശ്നത്തിൽ വന്നതാണ് ആ പറയുന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട ജീർണത പരിഹരിക്കുവാനുള്ള ഉത്തരവ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രശാസ്ത്രത്തിൽ വരെ വരുന്നതാണ് വാജീവാഹനം ഈ പറയുന്ന തന്ത്രിക്ക് കൊടുക്കണമെന്നുള്ളത്. അത് കോടതി ഇപ്പം തന്നെ വന്നതല്ലേ, കോടതി അറിഞ്ഞതുകൊണ്ടാണ്, കോടതിയിലെ ദേവസ്വം കമ്മീഷൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് വന്ന് ഇപ്പോൾ സാധുവായി വന്നിരിക്കുകയാണ്. അതിപ്പോൾ ഇവർ ഇട്ടല്ലോ. വാജീവാഹനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സതീഷ് വാസു മാത്രമേ ഉള്ളതേ കയറി പിടിക്കുന്നത്. വാജീവാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന സൈബർ സവാക്കളൊക്കെ വിട്ടു. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ വെളി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താണ്? പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ളതാണ്. പോറ്റിയെ കയറ്റിയത് CPM ആണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ. പോറ്റിയെ കയറ്റിയത് CPM ആണ്. അതിനകത്ത് കടകംപള്ളിക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്ക് പങ്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന എല്ലാ CPMകാരുമായി ബന്ധപ്പെട്ട് 2018 മുതൽ ഇങ്ങോട്ടുള്ള ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ അല്ല, ഇതിന് മുമ്പിരുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരെ ഈ കള്ളത്തരത്തിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഈ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും സംശയിക്കേണ്ടത് ഈ അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വാധീനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ അന്വേഷണത്തിൽ സ്വാധീനം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തകിടം മറിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് ഈ അന്വേഷണം നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന ദൈവതുല്യന്മാരായ പത്മകുമാറിന് ദൈവതുല്യൻ എന്ന് പറയുന്ന സ്വാമി അയ്യപ്പനോ തന്ത്രിയോ ഒന്നുമല്ല എന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ദൈവതുല്യന്മാരായ പത്മകുമാറിന് ദൈവതുല്യന്മാരായ ആളുകളിലേക്ക് ഈ അന്വേഷണം ചെന്നുപെടും. അതുകൊണ്ടാണ് പത്മകുമാറിനെ ദൈവതുല്യരായ ആളുകൾ സംരക്ഷിക്കുന്നതും തള്ളിപ്പറയാതിരിക്കുന്നതും ഈ പറയുന്ന പ്രതികളെ എല്ലാം ദൈവതുല്യരായ ആൾക്കാർ തള്ളിപ്പറയാതിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം. സതീഷ് വസന്ത ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷം ആരോപിക്കുന്ന കണക്കിൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ, പണ്ടത്തെ ഒരു സ്വർണ്ണക്കൊള്ളയുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്നൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലൊക്കെ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇന്നിതാ പ്രതിപക്ഷം വീണ്ടും ആരോപിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ ഇടപെടലുകൾ അന്വേഷണ സംഘത്തിന് മേലുണ്ട്,
അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നടക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റിന് ശേഷം മറ്റ് അറസ്റ്റിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല, കാര്യക്ഷമമായ ഒരു അന്വേഷണം SIT നടത്തുന്നില്ല, അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അതിനേത് തരത്തിലാകും ഇടതുമുന്നണി പ്രതിരോധിക്കുക? നോക്കൂ, ഈ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ചല്ലേ എത്തിച്ചിരിക്കുന്നത്, അവരല്ലേ ഇത് നിയന്ത്രിക്കുന്നത്, അവർക്കല്ലേ ഈ റിപ്പോർട്ടെല്ലാം പോകുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് കോടതി ചോദിക്കൂലേ? നിങ്ങൾ സ്വാഭാവികമായില്ലേ പോകുന്ന ഇത് കാര്യങ്ങൾ. നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനം വന്ന് ആലോചിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസാണ് കൊള്ളയടിക്കാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ഓനെ ഇത് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ രജിനെ, ഞാനിപ്പം പറയുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ. പ്രൊഫസർ AG ജോർജ് സാറ് പറയുന്നു, അദ്ദേഹം എൻ്റെ സാറുമായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ പൊതുജനങ്ങൾക്ക് ഈ സഖാക്കന്മാരെ തള്ളിപ്പറയും. ഞാൻ പറഞ്ഞിട്ട് ഈ വാസു ആയിരുന്നാലും വാസു ഇപ്പം ഏത് സ്ഥാനത്ത് നമ്മൾ തള്ളിപ്പറയണം? ഇത് നമ്മളെ പാർട്ടിക്കാരനല്ല എന്ന് പറയണോ? എന്ത് കാര്യത്തിനും പത്രസമ്മേളനം വിളിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെ വലിയ പത്രസമ്മേളനം വിളിച്ച് പ്രകടനം നടത്തുന്ന ഇവിടുത്തെ DYFI മിണ്ടുന്നില്ല, ഇവിടുത്തെ SFI മിണ്ടുന്നില്ല, CPM സംസ്ഥാന സെക്രട്ടറി മിണ്ടുന്നില്ല, CPM മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്തിനാണ് ഇത്? നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നല്ലേ? എന്തിനെതിരെ സംസാരിക്കുന്നില്ലേ? നിങ്ങൾക്കെന്താ വാസുവിനെതിരെ CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ പറഞ്ഞായിട്ട് നിങ്ങളൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചല്ലോ, ഈ വാസു ആയിരുന്നാലും മുരാരി ബാബു ആയിരുന്നാലും അവര് പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനം ഉണ്ടെങ്കിലേ അവര് തള്ളി പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇപ്പം പറയുന്നത് ഇപ്പം പ്രൊഫസർ ജോർജ് അദ്ദേഹം ഒരു പ്രസിഡന്റ് ആയിരുന്നോ? ഞാൻ ഇല്ലാന്നൊന്നും പറയില്ല. അദ്ദേഹം നിലവിൽ ഒരു പാർട്ടിയുടെ ഒരു സ്ഥാനത്തും ഇല്ലാത്ത സ്ഥാനത്തിന് നമുക്ക് തള്ളി പറയാൻ പറ്റൂ. ഇപ്പം രജിന് ഇരിക്കുന്നു, അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്നു. ആ സ്ഥാനത്തില്ലാത്തവരിക്കുന്നു. ഇപ്പം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്ത് പറയാണ്, രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറയുന്നു. അദ്ദേഹം ഇപ്പം സ്ഥാനത്തില്ല. വീട്ടിലെ തേങ്ങ മൂട്ടിയതല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന ആരുടെ കാലയളവിലാണ് ആരാണ് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചത്? അല്ല, ആരാണ് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചത്? അല്ല, അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതാരാണ്? പത്മകുമാറിനെയും വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതാരാണ്? ഞാൻ പറയുന്നത് ഇപ്പൊ അദ്ദേഹം ഒന്നും പ്രസിഡന്റ് അല്ല. ഇപ്പൊ പ്രസിഡന്റ് ആണെങ്കിൽ ശരി, പ്രസിഡന്റ് സ്ഥാനം മാറ്റി. അദ്ദേഹം പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് കള്ളത്തരം തള്ളി പറയണ്ട. അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി നാളെ പറയുന്നത് അദ്ദേഹത്തിന് പൂർവാധികം വെച്ച് അദ്ദേഹത്തിന് നമ്മൾ തള്ളി പറയുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം പണ്ടായിരുന്നല്ലോ, നമ്മൾ വച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ അത് അദ്ദേഹത്തിന് തള്ളി പറയും. അങ്ങനെ പറയാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടിയുടെയും നടന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു. ആ ഒരു കാര്യത്തിലെങ്കിലും ഒരു വ്യക്തത വരുത്തേണ്ടതില്ലേ? നന്ദു ഒരു കാര്യം പറ്റേ, നന്ദു ഇന്ന് ജയ് ഹിന്ദ് ഇരിക്കുന്നു, നാളെ വേറൊരു ചാനലിൽ പോകുന്നു. നന്ദു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് ജയ് ഹിന്ദിലെ നന്ദുവിനെ തള്ളി പറയുന്നത് ജയ് ഹിന്ദിന് എന്താണ് അധികാരം? താങ്കൾ വേറെ ചാനലിൽ അവരല്ലേ പറയേണ്ടത്? ഞാൻ എന്നെ തന്നെ ഉദാഹരണമായി പറയാം. ശ്രീ സതീഷ്, അതായത് ഞാൻ ജയ്ഹിന്ദിൽ ഇരുന്ന് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഒരു പ്രവൃത്തി ദോഷം ചെയ്തു എന്നിരിക്കട്ടെ, അത് ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇതിന്റെ മാനേജിംഗ് അതോറിറ്റിക്ക് സ്വാഭാവികമായി എന്നെ തള്ളി പറയാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് തള്ളി പറയുന്നതിൽ ഒരു തെറ്റും അല്ല. നിങ്ങൾ എന്നെ ഉദാഹരണം തള്ളി പറഞ്ഞിട്ടില്ലേ? നമ്മള് വാസുവിന് ആരെങ്കിലും ചേർത്ത് പിടിക്കുന്നുണ്ടോ? മുരാരി ബാബുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? ശ്രീ AG ജോർജ്, ഇവിടെ ശ്രീ സതീഷ് വസന്ത് ഉദാഹരണ സഹിതം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ദേവസ്വം ഭരണസമിതിയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം ഒരു വ്യക്തി രാഷ്ട്രീയ നിയമനമാണ് എന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ശ്രീ എ ജി ജോർജ് തന്നെ ആ വിഷയം നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇന്ന് അദ്ദേഹം പാർട്ടിയിലില്ല, പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് അതിനെ അപ്പാടെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും ഈ കൊള്ള നടന്ന സമയത്ത് അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന് എന്ത് സ്ഥാനമാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും അതിനെ തള്ളിപ്പറയേണ്ടതുമായ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം സ്വാഭാവികമായും പാർട്ടിക്കില്ലേ? അത് ഏത് തരത്തിലാണ് താങ്കൾ ഒരു നിരീക്ഷിക്കുന്നത്? ഒരു വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. നന്ദു, ഞാൻ വളരെ ചുരുക്കി വളരെ കൃത്യമായി ഞാൻ ബഹുമാനപ്പെട്ട സതീഷ് വസന്തന് മറുപടി കൊടുക്കാം. അങ്ങയുടെ ഒരു കാര്യം എനിക്ക് അങ്ങ് സ്വല്പം കൂടെ പുറകിലോട്ട് നോക്കണം. ആരായിരുന്നു ഈ വാസു എന്ന് പരിശോധിക്കണം. പി കെ ഗുരുദാസൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു CPM-ൽ. പി കെ ഗുരുദാസന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഈ അഡ്വക്കേറ്റ് വാസു. എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അങ്ങേക്കറിയാമല്ലോ, ഒരു മാർക്സിസ്റ്റ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്ന ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ RSPയുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ ആളാകത്തില്ലല്ലോ. ഒന്ന്. നമ്പർ 2, അദ്ദേഹം പാർട്ടിയുടെ അംഗമാണ്. താങ്കളൊന്ന് ദയവായി പരിശോധിക്കണം. സ്വാഭാവികമായി ഈ തള്ളിപ്പറയുക എന്നുള്ള വാക്കാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. തള്ളിപ്പറയുകയല്ല, നമ്മൾ സ്വാഭാവികമായി ഈ തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിയുണ്ട്. അദ്ദേഹത്തിന്റെ അംഗത്വമുണ്ട് ഇപ്പോൾ CPM-ൽ. ഇല്ലെങ്കിൽ അങ്ങ് ദയവായി പരിശോധിക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ചെയ്യേണ്ടത് തള്ളിപ്പറഞ്ഞാൽ പോരാ. തള്ളിപ്പറയുക എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല. പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നതാണ് ശിക്ഷാ നടപടി. അതിന് അംഗമായിരുന്നാൽ മതി. അതിന് അങ്ങ് പറയുന്ന പോലെ പ്രത്യേക സ്ഥാനമൊന്നും വേണ്ട, പ്രസിഡന്റ് ആകണ്ട, ഒന്നും ആകണ്ട. എന്തുകൊണ്ട് CPM-ന് പറയാൻ കഴിയുന്നില്ല, ഇദ്ദേഹത്തെ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നവരെ തീർച്ചയായും ശ്രീ എ ജി ജോർജ്, ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ഈ വിഷയത്തിൽ സത്യത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നുള്ളതുണ്ട്. അത് പാർട്ടിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് 11ഓളം ആളുകൾ പിടിയിലാകുമ്പോൾ പകുതിയിലധികം ആളുകളും ഈ ഇടതുപക്ഷവുമായി നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നടപടിയിലേക്ക് കടക്കാം? കടകംപള്ളിക്ക് കുരുക്കായി പോറ്റി ഒരു മൊഴി നൽകിയിരുന്നു. കടകംപള്ളി അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു സാഹചര്യം. ഇനി അടുത്തതെന്ത് എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. ഈ ഡിബേറ്റ് 360യുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. നാളെ മറ്റൊരു വിഷയമായി കാണുന്നതുവരേക്കും ജയ് ഹിന്ദ്.